ഇന്ത്യക്ക് വന്നു. അവർക്ക് എല്ലാവർക്കും മാരേജ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ. എല്ലാവർക്കും ഓക്കെ ആണല്ലേ? ആറാം പറയാം. എന്ത് 10 മാരേജ് പറഞ്ഞു? ആറാമയോട് ഷോക്കായി. എന്ത് 10 പേർക്ക് മാരേജ്? ആ ഗുരുജിയുടെ പറഞ്ഞു. തത്തി താലിയുണ്ട്. ഷുഗർ ഷോക്ക്. എന്ത് 8 പേർക്ക് മാരേജ് ആയതുകൊണ്ട് 10 പേർക്ക് എങ്ങനെ? ഇനി 2 പേരാ? അത് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം സാരി എടുത്തു കഴിഞ്ഞു. ഹലോ മാം. ശരി, ഓക്കെ. ഇവരാണ് സെക്രട്ടറിയാണോ? അവൻ ഇറങ്ങിയിട്ടില്ലേ? ഇല്ല മാം, അവന് ഇറങ്ങാനായില്ല. ശരി, ഓക്കെ. ഹലോ. ശരി, ഓക്കെ. നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. ഇനി 2 പേര് കിഡ്നാപ്പ് ചെയ്യാനുള്ളത്. ചങ്കക്ക് ഷോക്ക്. എന്ത് കിഡ്നാപ്പാ? അതെ. ശരി, ഓക്കെ. ഹലോ. ശരി, ഓക്കെ. ഇപ്പം എല്ലാവരും ഇറങ്ങിനെ. ഇതെന്ത്? അതെ, ഇതൊരു പഞ്ചാബി വീടാണ്. ഇന്ത്യയാണ്. കിഡ്നാപ്പ് ചെയ്തു. ഗേളിന് കിഡ്നാപ്പ് ചെയ്ത് എടുത്തോണ്ട് വന്നു. നെക്സ്റ്റ് വീട്. ഇത് കിഡ്നാപ്പ് 2 ഗേൾസിനെ കിഡ്നാപ്പ് ചെയ്ത് എടുത്തോണ്ട് വന്നു. തന്നെ ഏൽപ്പിച്ച് പ്രിയ എന്ന് കെട്ടി കരയാൻ തുടങ്ങി. നിങ്ങൾക്ക് 2 പേർക്ക് ഓക്കെ ആണല്ലേ? ഓക്കെ ഡി. ഇല്ല, അവർ വരുന്ന മുമ്പ് ഡാൻസിൻ്റെ ആറാം ചോദിച്ചു. ഇവരെന്നെ കിഡ്നാപ്പ് ചെയ്ത് വന്ന അവർ ഗുണ്ടസില്ലേ? ഇവരാച്ചമ്മേനെ മിരട്ടിയിട്ടുണ്ട്. ആളുകൂടി കൊണ്ട് അവർക്ക് വേറെ വഴിയില്ല. ഇവളെ മാരേജ് ചെയ്യിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് കിഡ്നാപ്പ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇവർ സ്വന്തം വീട്ടിലേ ഇല്ല. അവർ അച്ഛനമ്മയും ഇല്ല. ഇവർക്ക് അച്ഛനമ്മയും ഇല്ല. അപ്പോൾ വീട് ഇത് ഇവരുതല്ല. ആ ഗുണ്ടൂസിൻ്റെ ആൾക്കാരുടെ വീടാണ്. അതെയാണോ? ശരി, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അറം പറയാം. അപ്പോൾ അവർ 2 പേര് ഇവർ മാരേജ് കഴിക്കാൻ പോകുന്ന ആൾ. അങ്ങനെ കൊണ്ട് ഇന്ത്യ സൈസ് മാരേജ് നന്നായിട്ട് നടന്നു. അതുമാത്രമല്ല, പറയാൻ മറന്നുപോയി. അങ്ങനെ കൊണ്ട് 2 മാരേജ് നന്നായിട്ട് എല്ലാവരും 10 പേർക്കും നന്നായിട്ട് മാരേജ് നടന്നു. അങ്ങനെ അതിൽ 2 പെൺകുട്ടി ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞു. ശരിയടി. അല്ല, ഇവർ ഐഡൽസ് ആണല്ലോ? അതെ. റോസ് പറയാം. എടി, ഇവർ 2 പേര് അവരെ ക്രഷും പറയാം. അതുകൊണ്ട് നീ ഇവർക്കാന്നല്ലേ ചോദിച്ചാൽ? അപ്പോൾ ഇവർ ഗേൾ ഫ്രണ്ട് പറഞ്ഞു. അങ്ങനെ അവർ 2 പേര് പറഞ്ഞു. ഇല്ല, ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു നമുക്ക് ഇന്ത്യൻ കൾച്ചറുള്ള ഗേൾ വേണം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇവരെ നമുക്ക് പിടിച്ചിരുന്നു. അത് ഓൾറെഡി ഫോട്ടോ കാണിച്ചിരുന്നു. ഇവരെ നമുക്ക് പിടിച്ചിരുന്നു. അതുകൊണ്ടാണ്. ആറാം പറയാം. എന്താടാ, നിങ്ങൾക്ക് ഇവളൊക്കെയാണോ? അതെ ബ്രോ. അതേടാ, പിടിക്കും. അങ്ങനെ ഇന്ത്യൻ സൈസ് മാരേജ്. പിന്നെ അവർക്ക് 2 പേർക്ക് കൊറിയൻ സൈസ് മാരേജ് നടന്നു. അങ്ങനെ ഹാപ്പിയായി ഒരു സന്തോഷത്തിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോൾ ആ ഗുണ്ടസ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു. എന്തൊരു കഷ്ടം. ഇത്ര നാൾ ജയിലിൽ ഉണ്ടായിരുന്നു. അതെ, ഒരു ട്വിസ്റ്റ് വെച്ചിനി. അത് നമ്മൾ ചിരിച്ച് പഠിച്ചാവും. അങ്ങനെ ജയിലിൽ ഇറങ്ങിയ പിന്നെ ഹായ് ബ്രോ, ഹായ് ബേബി, ആരാവേ വിളിക്കുക? ആ ഗുണ്ടക്ക് ഷോക്കായിപ്പോയി. അയ്യോ, ഇവളാ? ജയിലിൽ മറിയാതെ ഉറങ്ങാൻ വിടയില്ലായിരുന്നു. അതെ, വില്ലനാണ്. വില്ലൻ്റെ പേരാണ് ടോം എന്ന് വിളിക്കുക. അതെ, അവനാണ് വിശ്വൻ. അയ്യോ, ഇവളാ? പോടാ, കല്യാണം എൻ്റെ മകളെ കല്യാണം കഴിച്ചില്ല, എനിക്ക് ഒന്ന് കളയോ? അങ്ങനെ വില്ലനെ കല്യാണം കഴിഞ്ഞു. ഓൾറെഡി അവനക്ക് കല്യാണം കഴിഞ്ഞിരുന്നു. അതെ, ഓൾറെഡി അവരുടെ മകളെ കല്യാണം കഴിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഗുണ്ട പറഞ്ഞാൽ ശരിക്കും അവൻ കല്യാണം കഴിച്ചിരുന്നു. അങ്ങനെ ഈ ഗുണ്ടനക്ക് മകൾക്ക് ഈ വില്ലക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ കൊണ്ട് അവർക്ക് 2 പേർക്ക് മാരേജ് നന്നായിട്ട് നടന്നുവരുന്നു. അവൾക്ക് ആ ഗുണ്ട ബാക്കി ബോയ്സിനെ ഒരു പോലീസ് വന്നു. അയ്യോ, ആ ഗുണ്ടൻ്റെ അനിയനാണ് രാഘവൻ. അയ്യോ, പോലീസ്. എടാ, നീ എൻ്റെ മകളെ പെണ്ണിച്ചത് മറിയാതെ എൻ്റെ മകളെ കല്യാണിക്കില്ല, ഇല്ല എന്നൊക്കെ ഒന്ന് കളയും. അങ്ങനെ റോസുക്ക് കല്യാണം കഴിക്കുമ്പോൾ ചെക്കനും പോയി. ഹീറോയിന് കല്യാണം കഴിക്കുമ്പോൾ ഗുണ്ട തടിച്ചിട്ടുള്ള പെണ്ണാണ്. അത് വലിയ ഗുണ്ടയാണ്. ഓമിസ്റ്ററിൻ്റെ മകൾ ഓമിസ്റ്ററിൻ്റെ വൈഫാണ്
കൊണ്ടുവച്ചു. അങ്ങനെ കൊണ്ട് പെണ്ണിനെ കല്യാണം കഴിച്ചു. മൂന്നാമത്തെ വില്ലൻ ശേഖർ. അതെ, ശേഖർ ഇറങ്ങി വന്നു. അപ്പോൾ സമാധാനമായി. അപ്പോൾ ഞാൻ കീർത്തിനെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് സന്തോഷത്തെ ഇറങ്ങി വന്നു. നോക്കുമ്പോൾ ഭയങ്കര ടെറർ പീസ് മുറയ്ക്കാൻ തുടങ്ങി. അപ്പം അറിയാൻ മറന്നുപോയി. അതെ, അവൻ്റെ 5 വൈഫ് വന്നു. 5 വൈഫ് ഇടിച്ച് ചവിട്ടാൻ തുടങ്ങി. അവനെ ഇടിച്ച് ചെയ്ത് അറിയാതിൽ വാടാ. ശേഖർക്ക് ഷോക്കായിപ്പോയി. 5 വൈഫാ, ദൈവമേ എന്ന് പറഞ്ഞ് അവനക്ക് അറിയാൻ തുടങ്ങി. അവനെ എടുത്തുകൊണ്ട് പോയി. മറിയാതെ വീടിനെല്ലാം ക്ലീൻ ചെയ്യ്. ആ വൈഫിക്ക് 5 വൈഫിക്ക് അറിയില്ലായിരുന്നു അവനെ കര ചെയ്യുന്ന പണിയാണ്. ഒരുവേള കിട്ടിയില്ല അവരെ മെറിറ്റ് മാരേജ് കഴിക്കും. അതുമാത്രമല്ല 5 വൈഫ് അവനായിട്ട് ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതെ, അവർ നല്ല ഇപ്പം അവനിക്ക് വീക്ക്നെസ് എന്ത് അറിഞ്ഞ് കണ്ടുപിടിച്ച് അവനെ ഇടിച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വൈഫെല്ലാം സ്ട്രോങ് ആയി മാറി. അതെ, അവർക്ക് ട്രെയിനിങ് കൊടുത്തായിരുന്നു. ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവനിക്ക് ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ വൈഫ് ഭയങ്കര സ്ട്രോങ് ആയി മാറി. അതുമാത്രമല്ല നെക്സ്റ്റ് വില്ലൻസ് ജെങ് റേഹാൻ അവൻ വന്ന് പറഞ്ഞിട്ട് ശ്വേതനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ. ശ്വേതല്ലോ, ഇതാരാ ഇത്? അങ്ങനെ ആ വില്ലനക്ക് ഷോക്കായി. ഫ്ലാഷ് ബാക്ക്. നീ എന്നെ മാരേജ് കഴിക്കോ എന്ന് ചോദിച്ചായിരുന്നു അകൽ. ശരി ചക്കര, നിന്നെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞായിരുന്നു. അതുമാത്രം അവൻ കല്യാണം കഴിച്ചില്ലായിരുന്നു, ഓടി വന്നായിരുന്നു. അതെ, അതുമാത്രമല്ല ആ പെൺകുട്ടീൻ്റെ അച്ഛൻ പോലീസാണ്. അച്ഛൻ പോലീസാണ്, ചേട്ടൻ മിലിറ്ററിയാണ്. അതുമാത്രമല്ല ബാക്കി ചേട്ടന്മാർ ഡോക്ടറും അങ്ങനെ കൊണ്ട് പേടിച്ച് ഓടി വന്നായിരുന്നു. അതുമാത്രമല്ല എല്ലാ പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന ജോലിയാണ്. അങ്ങനെ കൊണ്ട് ആ പെൺകുട്ടി ആ കുട്ടി ജനിച്ചായിരുന്നു. ഗേൾ ബേബി ട്വിൻസ് ബേബിയാണ്. ഗേൾ ബേബി, ബോയ് ബേബി. അങ്ങനെ ആ പെണ്ണിൻ്റെ അച്ഛൻ അവനെ കല്യാണം കഴിക്കുക. അതുമാത്രമല്ല അവനെ കണ്ട് ഷോക്കായി പോയി.